ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദ് നിരോധിച്ചെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചുറപ്പിക്കുമ്പോഴും സംഘടന ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ. വെബ്സൈറ്റും മാസികയും ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ്. പാകിസ്ഥാന് ചട്ടുകമായി കാശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന ഭീകര സംഘടനയാണ് ജെയ്ഷ് ഇ മുഹമ്മദ്. ഭീകരപ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്ത സാഹചര്യത്തിലും ജെയ്ഷ് ഇന്ത്യക്കെതിരായ വിദ്വേഷ പ്രചാരണം തുടരുന്നു. പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന ജെയ്ഷ് ഇ മുഹമ്മദിന്റെ വാരികയായ അൽ ഖുയിലാം ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ്. എന്നിട്ടും പാകിസ്ഥാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ഭാവിക്കുന്നത്. റാവൽപിണ്ടിയിൽ നിന്നുള്ള വിലാസം വെച്ച വെബ്സൈറ്റും പ്രവർത്തിക്കുന്നുണ്ട്. സഅദി എന്ന പേരിൽ എഴുതിയ 250-ലധികം ലേഖനങ്ങളാണ് അൽ ഖുയിലാം വാരികയിൽ ഉള്ളത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസ്ഹറിന്റെ തൂലികാനാമമാണ് സഅദി. ഇന്ത്യൻ വ്യോമസേനയുടെ ബാലാകോട്ട് ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഫെബ്രുവരി 27-ന് പുറത്തിറങ്ങിയ എഡിഷനിലും മസൂദ് അസ്ഹറിന്റെ സന്ദേശങ്ങളുണ്ട്. ഇതിൽ ഇന്ത്യക്കെതിരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അസർ നടത്തിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ ഭീഷണികളിൽ തളരില്ലെന്ന ലേഖനങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുമുണ്ട്. പുൽവാമ ഭീകരാക്രമണം എങ്ങനെയാണ് നടത്തിയതെന്ന കാര്യവും മസൂദ് വാരികയിലൂടെ എഴുതിയിരുന്നു. മസൂദ് അസ്ഹറിന്റെ സഹോദരനായ ജെയ്ഷ് കമാൻഡർ അബ്ദുൾ റാഫിന്റെ സന്ദേശങ്ങളും അൽ ഖുയിലാമിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയെ തുടർന്ന് ഭീകര സംഘടനകളെ തങ്ങൾ അനുവദിക്കില്ലെന്നും ഭീകരർ ശത്രുക്കളാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ചിരുന്നു. എന്നാൽ റാവൽപിണ്ടിയിൽ നിന്നും അൽ ഖുയിലാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ സന്ദേശങ്ങളാണ് വെബ്സൈറ്റിൽ ഉള്ളതെന്ന് ഒരു പ്രമുഖ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭീകരരുടെ താവളമായി പാകിസ്ഥാൻ ഇപ്പോഴും തുടരുന്നതിന് ഇത് തെളിവാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാക് മണ്ണ് ഭീകര പ്രവർത്തനങ്ങൾക്കായി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പാകിസ്ഥാന്റെ ശത്രുക്കളാണെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നത്. ഭീകര പ്രവർത്തനങ്ങൾക്ക് തെളിവ് നൽകിയാൽ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്. ഭീകര നീക്കങ്ങൾ പാകിസ്ഥാന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ ഇമ്രാൻ ഇന്ത്യയെ വിഷയം ചർച്ച ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇമ്രാന്റെ മൂക്കിന് താഴെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അൽ ഖുയിലാം വാരികയും വെബ്സൈറ്റും ഇതുവരെ ഇമ്രാന് മാത്രം അറിയില്ലെന്ന് പറയുന്നതിൽ സാങ്കത്യം വ്യക്തമാണല്ലോ. 2002-ൽ പാകിസ്ഥാനിൽ ജെയ്ഷ് ഇ മുഹമ്മദിനെ നിരോധിച്ചുവെന്നാണ് പറയുന്നത്. പക്ഷേ പാക് മണ്ണിൽ ഇപ്പോഴും ജെയ്ഷ് ഇ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ് സത്യം. ഇവിടെ ജെയ്ഷ് ഇ തലവൻ മസൂദ് അസ്ഹർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഭീകരരെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും അമേരിക്കയ്ക്കും എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാനെ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. മസൂദ് അസ്ഹർ നേരത്തെ നേതൃത്വം നൽകിയിരുന്ന ഹർകത്തുർ മുജാഹിദീൻ എന്ന സംഘടനയ്ക്ക് പാക് ചാര സംഘടനയായ ഇന്റർ സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായി യുഎസിന്റെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. 1994-ൽ ദക്ഷിണ കാശ്മീരിൽ നിന്ന് സുരക്ഷാ സേന പിടികൂടുമ്പോൾ മസൂദ് ഭീകര സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഹർകത്തുൽ അൻസാർ എന്നായിരുന്നു ആദ്യ പേര്. 1999-ൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാന്തഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയത് ഈ സംഘടനയിലെ അംഗങ്ങളായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മോചിതനായപ്പോഴാണ് മസൂദ് ജെയ്ഷ് ഇ മുഹമ്മദിന് രൂപം നൽകിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.